തലയിലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും. അവിടെ നിങ്ങളൊക്കെ ഇതിന് സഹകരിക്കണം. തുടക്കം കുറിച്ചിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതെല്ലാവർക്കും വിതരണം ചെയ്യുമ്പോൾ വാങ്ങുക. ഇതിൽ നിങ്ങളെ പേരും ടെലിഫോൺ നമ്പറും വീട്ടുപേരും പോസ്റ്റും എഴുതുക. നിങ്ങൾ കൊടുക്കുന്ന സംഖ്യ അഥവാ നിങ്ങൾ കൊടുക്കുന്ന ഫീറ്റ്, 1 സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞവൻ 1 പൂരിപ്പിക്കുക, 10 കഴിഞ്ഞ 10 പൂരിപ്പിക്കുക, 100 കഴിഞ്ഞ 100 പൂരിപ്പിക്കുക, 1000 കഴിഞ്ഞവൻ 1000, 13,000 ഉണ്ട്, കുറച്ചൊന്നല്ല ഉള്ളത്. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഈ ഒരു സ്ലിപ്പ് വാങ്ങി നാളെ വരുമ്പോ പൂരിപ്പിച്ച് കൊണ്ടുവരണം. സംഖ്യ ഇപ്പൊ തന്നെ തരുന്നവര് ടിക്ക് ചെയ്തിട്ട് റൊക്കം എഴുതി സംഖ്യയും ഇതിന്റെ കൂടെ പിൻ ചെയ്ത് നാളെ തന്നെ തരണം. അല്ലാത്തവര് പിന്നീട് ഇൻഷാ അല്ലാഹ് എത്തിച്ചു തരണം. അതിനെല്ലാവരും സഹകരിക്കുമെന്നാണ് ഞാൻ നിങ്ങളെ പറ്റി നല്ലത് വിചാരിക്കുന്നു. നല്ലത് വിചാരിക്കാതെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലത് വിചാരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. എനിക്കും തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനും എടുക്കും. എനിക്ക് എഴുതിയ ഞാനും എടുക്കും. എല്ലാവർക്കും ഓരോന്ന് കൊണ്ടുപോയി വിതരണം ചെയ്യണം കുട്ടികളെ മുഖേന കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കാം. എല്ലാവരും കൊണ്ട് സഹകരിച്ചു പോകാൻ അവർക്ക് പരിചയമുള്ളവർ കൊണ്ട് എടുപ്പിക്കുകയും വേണം. ഞാൻ പറയാം, ഞങ്ങൾക്ക് ദീനിയായ പ്രവർത്തനം നടത്താൻ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സഹകരണം കൊണ്ടല്ലാതെ സാധ്യല്ല. എനിക്ക് ഒരു നയാകാശം മുതലെടുത്തിട്ട് ഒരു പള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. 50ഓളം പള്ളികൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അമ്മദാജി അടുത്ത് വന്ന അഞ്ഞൂരൊന്ന് കല്ലാച്ചിയിൽ അൽഹംദുലില്ലാഹ് പള്ളി എടുത്തു. എല്ലാവരും പറയുന്നത് അതിന്റെ മുകളിൽ എടുക്കണമെന്ന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ഥലം മതിയാകുന്നില്ല, എല്ലാവരും പറയുന്നു എടുക്കണം. അതുപോലെ പേരോട് പള്ളിക്ക് സ്ഥലം മതിയാകുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും സ്ഥലം മതിയാകുന്നില്ല. ഇവിടെ തന്നെയും അൽഹംദുലില്ലാഹ് ജുമഅക്ക് വന്നു നോക്കിയാൽ നിറയെ ആളുകളെ നിങ്ങൾക്ക് കാണാം. കുറച്ചുകൂടെ ഒക്കെ ടൗണായി വരുന്നതോടുകൂടി ഇവിടെയും മുന്നിൽ വില ഒന്നും കൂടി എടുക്കേണ്ടി വരും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പിന്നൊരു കാര്യം പറയാനുള്ളത്, നാളത്തെ പരിപാടിക്കും അതുപോലെ തന്നെ ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് ലീവാണ്. അതിന്റെ പിറ്റേ ദിവസവും നടക്കുന്ന 2 ദിവസം പരിപാടിക്കും വളണ്ടിയർമാർ കുറച്ച് ആളുകൾ വേണം. നാളെ ഭക്ഷണം വിതരണം ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് അങ്ങനെയും അതുപോലെ തന്നെ പിന്നീടുള്ള 2 ദിവസത്തെ പരിപാടി അങ്ങനെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ വളണ്ടിയർമാരായി ഇവിടെ ലീസ്റ്റ് കൊടുത്ത് പേര് കൊടുത്ത് സംഘാടകരുമായി സഹകരിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകും. അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ ശരിക്ക് അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുന്നവർക്ക് ലഹും ദറജാത്ത്, അള്ളാഹുവിങ്കിൽ പദവികളുണ്ട്. ഉറപ്പിച്ചു വെച്ചു, പദവികളുണ്ട്. ആ പദവിയിൽ ചില ഉദാഹരണമാ പറയുന്നത്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ഭയങ്കര തണുപ്പ്. ഞാൻ ആ യാത്രയിൽ ഒരു ഗുഹ കണ്ടപ്പോൾ ആ ഗുഹയിൽ അങ്ങ് കയറി. ഗുഹയിൽ ഞാൻ കയറിയപ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ അവിടെ വിശ്രമിക്കാണ്. ഭയങ്കര തണുപ്പാണ്. വിശ്രമിക്കുന്ന സമയത്ത് അതാ കാണുന്നു ബിഅസദിൻ അളീമിൻ ദഖല അലൈഹി, ഭയങ്കര ഒരു സിംഹം ഗുഹന്റെ ഉള്ളിൽ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ചോദിക്കാണ്, മൻ അദ്ഖലക മകാനി ബിഗൈരി ഇദ്നി, എന്റെ ഈ സ്ഥലത്ത് എന്റെ സമ്മതം കൂടാതെ നിന്നെ കയറ്റിയവനാരണോ? ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ മൃഗം സംസാരിക്കുമോ എന്നുള്ള സംശയം വേണ്ട. നേരത്തെ ഞാൻ നിങ്ങൾക്ക് ആയത്തോരി കേൾപ്പിച്ചിട്ടുണ്ട്, അൻബഖനല്ലാഹുല്ലദീ അൻബഖ കുല്ല ശൈ, ഏത് സാധനത്തെയും സംസാരിപ്പിക്കുന്നവർ അല്ലാഹുവാണ്. പശു സംസാരിച്ചു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിലുണ്ട്. പശു സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോ മോനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനും അബൂബക്കറും ഉമറും വിശ്വസിച്ചു എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. സംസാരം അള്ളാഹുവിന് ഒരു പ്രശ്നമുള്ളതല്ലോ, ജീവിയെ കൊണ്ട് സംസാരിപ്പിക്കൽ. ജീവനില്ലാത്ത സാധനം സംസാരിക്കുന്നതല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നത്. എന്നാ സഹോദരന്മാരെ, ഇബ്രാഹിം റളിയല്ലാഹു തങ്ങളോട് സിംഹം ചോദിക്കുന്ന ആരാധനയ്ക്ക് ഇവിടെ സമ്മതം തന്നെ എന്റെ വീട് ഈ സ്ഥലത്ത് വരാൻ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അള്ളാഹിനെ ഭയപ്പെട്ടവര് സിംഹത്തിന് പേടിക്കണോ? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു നല്ല ലോകത്തിൽ നല്ല സ്നേഹത്തിലൊരു മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? വരീബൻ വ മുൻഖത്തിൻ വഖദ് അതൈതുക ലൈഫൻ ഫീ ഹാദിഹി ലൈല, ഞാനേ ബൈക്ക് ഇങ്ങനെ പോകും ഭയങ്കര തണുപ്പായപ്പോ നിങ്ങളെ കൂടെ ഒരു അതിഥിയായിട്ട് ഇവിടെ കൂടാന്ന് വിചാരിച്ചതാണ്. സിംഹത്തോടാ പറയുന്നത്, ഞാൻ നിങ്ങളെ കൂടെ ഒരു അതിഥിയായിട്ട് ഇവിടെ കൂടാന്ന് വിചാരിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ ആ സിംഹം എന്ത് ചെയ്തു? സിംഹം ഒരു ഭാഗത്തേക്ക് മാറി അവിടെ നിന്നു. ഇബ്രാഹിം തങ്ങൾ പറയുന്ന നേരം വെളുക്കുന്നവരെ ഞാൻ ഖുർആൻ ഓതിയിട്ട് നേരം വെളുപ്പിച്ചു. നേരം വെളുത്ത് ഞാൻ ഇറങ്ങാൻ പോകുന്നു. സിംഹം എന്നോട് പറയുന്നു, യാ ഇബ്രാഹിം ഇയ്യാക വൽ അജബ്, ഇബ്രാഹിമേ നിങ്ങളെ കാര്യം വലിയ അത്ഭുതം തന്നെ.
ഇനിയിപ്പം ഗുഹയെന്ന് ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ പറയും ഞാൻ ഇന്നലെ സിംഹത്തിന്റെ അടുക്കൽ ഉറങ്ങിയിട്ട് രക്ഷപ്പെട്ടു വരികയാണെന്ന് പറയും. നിങ്ങളെ കാര്യം അത്ഭുതം തന്നെ. വല്ലാഹി ഇന്നലീ സലാസത അയ്യാമിൻ ലം നത്അം ശൈഅൻ വലൗലാ അന്നക ലൈഫീ ലഅകൽതുക. 3 ദിവസമായിട്ട് എനിക്കൊരു ഭക്ഷണവും കിട്ടിയിട്ടില്ല ഇബ്രാഹിമേ, നിങ്ങൾ അതിഥി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഞാൻ തിന്നുമായിരുന്നു. ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അള്ളാഹ്ക്ക് ഹംദും പറഞ്ഞ് അൽഹംദുലില്ലയും പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി. ഫഹമിത്തുല്ലാഹ വസറഫ്തു. ഞാൻ ഇറങ്ങി ഇങ്ങനെ പോകുമ്പോ ഞാനിത് പറയുന്നത് സഹോദരന്മാരെ, മനുഷ്യന്റെ തടീച്ചക്കനുസരിച്ച് ജീവിക്കലല്ല മഹാന്മാരുടെ അവസ്ഥ. തടീച്ചക്കനുസരിച്ച് ജീവിക്കാൻ ഹലാലായ കാര്യം തന്നെ എടുക്കാൻ ഒരുങ്ങിയാൽ മഹാന്മാർ പിന്നീട് അതിൽ കേറിക്കുകയാണ് കേട്ടോ. കണ്ടോ നിങ്ങൾ ഇബ്രാഹിം ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു ദിവസം രാത്രിയായപ്പോ എന്റെ ശരീരം എന്നോട് പറയുന്നത്, എനിക്ക് ഇബാദത്തെടുക്കാൻ മടി തോന്നുന്നത്, ഞാൻ കുറെ ദിവസമായി എനിക്ക് റുമ്മാമ്പഴം കിട്ടണമെന്ന് പറയുന്നത്, നീ എനിക്ക് റുമ്മാമ്പഴം തന്നിട്ടില്ല. എന്റെ ശരീരം എന്നോട് ഇങ്ങനെ പറയുകയാണ്, എനിക്കിങ്ങനെ പ്രേരണ നൽകുകയാണ് റുമ്മാമ്പഴത്തിന്. ഞാൻ എന്റെ ശരീരത്തോട് പറഞ്ഞു, ആളുകളും അങ്ങാടിയുമൊക്കെയുള്ള സ്ഥലത്തെത്തിയാൽ, അല്ലെങ്കിൽ തോട്ടവും കാര്യവുമുള്ള സ്ഥലത്തെത്തിയാൽ ഞാൻ നിന്റെ ആശ വീട്ടിൽ തരാം. അങ്ങനെ ഞാൻ നടന്ന് തോട്ടവും മറ്റുമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ എനിക്കതാ നല്ലൊരു മരത്തിന്റെ മേലെ റുമ്മാൻപഴം കണ്ടു. ഒരുപാട് റുമ്മാൻപഴമുണ്ട്. അത് ഹലാലായ റുമ്മാൻപഴമാണ്. ഞാൻ അതിൽ നിന്ന് പറിച്ചു തിന്നു നോക്കുമ്പോ പുളിക്കുന്നു. അത് മാറ്റിവെച്ച് മറ്റൊന്ന് പറിച്ചു തിന്നു നോക്കുമ്പോൾ അതും പുളിക്കുന്നു. 3ാമത് മറ്റൊന്ന് പറിച്ചു തിന്നു അതും പുളിക്കുന്നു. 4ാമതൊന്ന് തിന്നുമ്പോ അതും പുളിക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഇതെന്റെ ഒരൊറ്റയും മധുരില്ലാത്തത്. ഞാൻ അവിടുന്ന് മാറി പിന്നീട് വേറൊരു തോട്ടത്തിന്റെ ഭാഗത്തേക്ക് നടന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ തോട്ടം കാവലിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്കൊരു നല്ല ഒരു റുമ്മാമ്പഴം തരുമോ നിങ്ങൾ? അദ്ദേഹം നല്ലൊരു റുമ്മാമ്പഴം എനിക്ക് കൊണ്ടുതന്നു. അത് നോക്കുമ്പോൾ അതും പുളിക്കുന്നു. അപ്പോൾ പുളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇതും പുളിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, യാ ഇബ്രാഹിം നിങ്ങളെ ശരീരത്തെ തൃപ്തിപ്പെടുത്തി ജീവിക്കാനാണോ വിചാരിക്കുന്നത്? വല്ലാഹി ഇന്നലി 40 സനതൻ ഫീ ഹാദിഹിൽ ഹദീഖതി ലാ അരിഫു ഫീഹാ അൽ ഹുൽവ മിനൽ ഹാമിൽ. ഇബ്രാഹിമേ, 40 കൊല്ലമായി ഞാൻ ഈ തോട്ടത്തിൽ കൂടുന്നു. ഇന്ന് വരെ പുളിക്കുന്നതേതാണ് മധുരമുള്ളതേതാണെന്ന് ഞാൻ അറിയില്ല കേട്ടോ. എന്റെ ചിന്തയിൽ അള്ളാഹുവിൽ തന്നെ, അള്ളാഹുവിന്റെ തൃപ്തിയിലാണ് എന്റെ മധുരം, അള്ളാഹുവിന്റെ സ്നേഹത്തിലാണ് എന്റെ മധുരം, അള്ളാഹുവിനുള്ള ചിന്തയിലാണ് എന്റെ മധുരം. റുമാമ്പഴത്തിന്റെ മധുരവും പുളിയും ഞാൻ അറിയുന്നില്ല. ഇതദ്ദേഹം അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് അങ്ങ് ഇറങ്ങി ഞാൻ കുറച്ചങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലതാ കടന്നലുകൾ വന്നിങ്ങനെ കുത്തുന്നു. ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ അഴുകിപ്പോകുന്നുണ്ട്. ഞാൻ ആ ചെറുപ്പക്കാരന്റെ സമീപത്തങ്ങ് ചെല്ലുമ്പോ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ കടന്നലിങ്ങനെ കുത്തുന്നതിന്റെ പുറമെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ഭാഗം അലിഞ്ഞലിഞ്ഞു പോകുന്നത്, അലുത്തു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ ശരീരത്തിന് ഇത്രയും വലിയ രോഗവും ബുദ്ധിമുട്ടുമുള്ള ചെറുപ്പക്കാരൻ അതാ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാ ബിഹി കസീറൻ മിൻ ഖൽഖി. എത്രയോ വലിയ വലിയ പരീക്ഷണങ്ങൾ അല്ലാഹു പലർക്കും കൊടുത്തിട്ടില്ലേ, എനിക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും അല്ലാഹു തന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബി തങ്ങൾ പറയുന്നു, ഞാനത് കേട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, യാ ഹാദാ വയ്യിബലായിന്റെ മുൻ ഹാദാ, അല്ല മനുഷ്യ, ഇതിനേക്കാളും വലിയ മുസീബത്ത് ഇനി എന്താ വരേണ്ടത്? ഇതിനേക്കാൾ വലിയ മുസീബത്ത് ഇനി എന്താ വരേണ്ടത്? സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാൾ വലിയൊരു മുസീബത്ത് ഇനി എന്താ വരേണ്ടത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനത് ചോദിച്ചപ്പോ അദ്ദേഹം എന്റെ മുഖത്തൊന്ന് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിക്കാണ്, യാ ഇബ്രാഹിം നഹ്ജു സനാബീരി ഫിൽ അബ്ദാനി ഖൈറുൻ മിൻ ശഹവത്തിർ റുമാൻ വലാകിന്നഹു അലിമ അന്നക അബ്ദുൻ മാരിലുൻ ഫബദലകൽ ഹൽവ ബിൽ ഹാബിൽ. ഇബ്രാഹിമേ, കടന്നലിന്റെ കുത്തും ശരീരത്തിന്റെ രോഗവും അതിനേക്കാളൊക്കെ വലിയ സംഗതി, അതാ കടന്നലിന്റെ കുത്തിനേക്കാൾ വലിയ സംഗതി